യൂറോപ്പിലെ ഡെൻമാർക്കിൽ നടന്ന വേൾഡ് ഫയർ ഫൈറ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മെഡൽ ജേതാക്കളായ ആൽവിൻ പോൾ, റെജിൻ എന്നിവർക്ക് വടക്കേ കാരമുക്ക് സെയിന്റ് ആന്റണീസ് ഇടവകയും കാരമുക്ക് ദേശവും സംയുക്തമായി സ്വീകരണവും അനുമോദന യോഗവും നടത്തി. റെജിൻ പഞ്ചഗുസ്തിയിൽ വെള്ളി മെഡലും ആൽവിൻ പോൾ പഞ്ചഗുസ്തിയിലും വടംവലിയിലും വെങ്കല മെഡലുമാണ് നേടിയത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതെന്തൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയ ഇടവകൾ അതിൻ്റെതായിട്ടുള്ള തലത്തിൽ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് വളർന്ന് വളരെ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ഞാൻ ഈ ശ്രീ ആൽവിനോടും ശ്രീ രജനോടും ചോദിച്ചറിഞ്ഞപ്പോൾ 54 രാജ്യത്തു നിന്നുള്ള പ്രതിനിധികളാണ് ശ്രീ ഡെൻമാർക്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ആ 54 രാജ്യത്ത് നിന്ന് പങ്കെടുത്ത പ്രതിനിധികളിൽ അതിൽ ആംബിസ്റ്റുകളും മറ്റുള്ള പരിപാടിയിലും കൂടിയൊക്കെ ആയിട്ട് ഇവർക്ക് ബ്രോൺസും അതുപോലെ തന്നെ സിൽവർ മെഡലും കരസ്ഥമാക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു പന്തഗുസ്തി മത്സരം എന്ന് പറയുന്നത് സാധാരണ അവൻ്റെ ഒരു വലത്ത് കൈയിൻ്റെ ഏറ്റവും ശക്തി പ്രകടനമാണ് കാഴ്ചവെക്കുക, അല്ലേ ചുള്ള അല്ലേ? അപ്പോൾ ആ വലത്ത് കൈയിൻ്റെ ശക്തി പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചുമ്മാ കോളേജിൽ പഠിക്കുന്ന കോളേജിൽ നേരം പോകാനായിട്ട് ഇരിക്കുന്ന കാലത്ത് ചുമ്മാ ഊണ് കഴിച്ച് കുറച്ച് സമയത്ത് ചിലപ്പോൾ ചുമ്മാ പന്തഗുസ്തി പിടിക്കും, ചിലപ്പോൾ തോറ്റു കൊടുക്കും. ചുമ്മാ വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, കാരമുക്ക് സമാജം ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്, അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ ഷെൽജി ഷാജു, വാർഡ് മെമ്പർമാരായ ബിന്ദു സതീഷ്, കവിത രാമചന്ദ്രൻ, ധർമ്മൻ പറത്താട്ടിൽ, കൈക്കാരൻ ജോർജ് ടി ഫ്രാൻസ്, പാസ്റ്റർ കൗൺസിൽ മെമ്പർ ജോയ് മോൻ പള്ളിക്കുന്ന്, ഓഫൻഡേഴ്സ് ക്ലബ്ബ് പ്രതിനിധി OK ശശി, കനിവ് കൂട്ടായ്മ പ്രതിനിധി ദേവസി തേക്കാനത്ത്, പ്രതിനിധി യോഗ സെക്രട്ടറി ബിജി പോൾ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം ജേതാക്കളെ അനുമോദിച്ചുകൊണ്ട് ഘോഷയാത്രയും ഉണ്ടായിരുന്നു.